ഇടുക്കി മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ ചേരുന്നു. ജോസിൽ, ഇത് സഹകരണ ബാങ്കിലാണോ തീപിടുത്തം? എന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ? എങ്ങനെയാണ് തീപിടിച്ചത്? രേഖകളൊക്കെ നശിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ഇടുക്കി മുട്ടം സർവീസ് സഹകരണ ബാങ്കിലാണ്. അതിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരുന്ന ഒരു റൂമിലാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്നും അതുപോലെ തന്നെ മൂലമറ്റത്തു നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ തീ അണച്ചിരിക്കുന്നത്. തീ ഏതാണ്ട് പൂർണ്ണമായി അണച്ചു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എങ്ങനെയാണ് സാർ, പൂർണ്ണമായി അണച്ചിട്ടുണ്ട്? പൂർണ്ണമായിട്ട് അണച്ചിട്ടുണ്ട്. തീ ഇപ്പം മൊത്തം അണച്ചിട്ടുണ്ട്. പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. പഴയ കുറേ റെക്കോർഡ്സ് വെച്ചിരുന്ന റൂമാണ് കത്തിയിരിക്കുന്നത്. അതിൽ കുറേ റെക്കോർഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അജിംഷാദ്, ഇത് കുറെ റെക്കോർഡ്സുകൾ കത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രണ്ട് രീതിയിലുള്ള ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കാണ്. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ഒന്ന്, പുറകിൽ നിന്നുള്ള പറമ്പിൽ നിന്ന് തീ പടർന്നു കയറിയതാണ് എന്നും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടാണ് എന്നും. കുറച്ചു മുമ്പ് നമ്മൾ മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള സാം ക്രിസ്റ്റി ദാനിയൽ IPSനോട്, ഈ ബാങ്കിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് പറഞ്ഞത്. ഫയർഫോഴ്സിനോട് ചോദിക്കുമ്പോൾ അവരുടെ സംശയം പുറത്തുനിന്ന് വല്ലതും പിടിച്ചതാണോ എന്നുള്ളതാണ്. ഏതായാലും ധാരാളം രേഖകൾ സൂക്ഷിച്ചിരുന്ന ഒരു ബാങ്കിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. രേഖകൾ ഇരിക്കുന്ന റൂം തന്നെയാണ് കത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ബാങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധിയും ഒക്കെ ഉള്ള ഒരു ബാങ്കാണ്. അത് ഏതായാലും ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായതിൽ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ഇപ്പോൾ ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ്. ഫയർഫോഴ്സുകാർ പറയുന്നത് പുറത്തുനിന്ന് എവിടെയെങ്കിലും പിടിച്ചാണെന്ന് പറയുന്നു. ഏതായാലും ഇതിനകത്തൊരു സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്കപ്പോൾ ഈ നാട്ടുകാർ ചേരുകയാണ്. എന്താണ് പറയാനുള്ളത്? ബാങ്ക് നിലവിൽ നഷ്ടത്തിലോടുന്ന UDF ഭരിക്കുന്ന ഒരു ബാങ്കാണ്. അത് ഫയർഫോഴ്സ് പറയുന്നതനുസരിച്ച് താഴേന്ന് തീ വരികയും ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ്. പക്ഷേ ഒരു റെക്കോർഡ് റൂം രാവിലെ 10:30 തൊട്ട് മണമുണ്ടായിരുന്നു. പക്ഷേ അറിഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം 1:30-ക്ക് ശേഷമാണ്. അപ്പോൾ ഇത്തരത്തിൽ ബാങ്കിൻ്റെ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ബാങ്ക്, ഈ 100 വർഷമായി തികയുന്ന ബാങ്കാണ് അടുത്ത വർഷം. ആ ബാങ്ക് ഇത്തരത്തിൽ കത്തി നശിച്ചതിൽ അത് റെക്കോർഡ് റൂം തന്നെ, എങ്ങനെ ഒരു റൂമാണ് ആകെ കത്തി നശിച്ചിട്ടുള്ളൂ. ആ റെക്കോർഡ് ഇരിക്കുന്ന റൂം തന്നെ നശിച്ചത് എങ്ങനെയാണെന്ന് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അതിന്റെ സത്യാവസ്ഥ പശ്ചാത്തലത്തിൽ അവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ജോസിലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി മുട്ടം സഹകരണ ബാങ്കിൽ, UDF ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ റെക്കോർഡ് ബുക്കുകൾ സൂക്ഷിച്ച ഇടത്താണ് തീ പിടിച്ചിരിക്കുന്നത്.